വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതായി മൊഴി. ഉമ ഷെമിയുടെ ബന്ധുക്കളായ തട്ടത്തുമല സ്വദേശികളെ കൊലപ്പെടുത്താനായിരുന്നു തീരുമാനമെന്ന് അഫാൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പണം പലിശയ്ക്ക് നൽകിയവരുടെ ഭീഷണിയാണെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. പിതാവ് കടം വാങ്ങിയവരും അഫാനെയും ഉമ്മയെയും ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു മൊഴി. ഇന്നലെ റഹീം പറഞ്ഞത് റഹീമിന് അങ്ങനെ വലിയ കടബാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ 65 ലക്ഷം രൂപയുടെ കടമുള്ളതായിട്ട് റഹീമിന് അറിയുകയും ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ എന്നാൽ മകൻ പറയുന്നത് അങ്ങനെയല്ല, ഈ കടബാധ്യതയുണ്ട്, ആ കടബാധ്യത പലിശക്കാരെ ശല്യപ്പെടുത്തിയതിനെ തുടർന്നാണ് കൂട്ടക്കൊലപാതകത്തിന് പോകാൻ തീരുമാനിച്ചതെന്നാണ്. മാത്രവുമല്ല, ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതുകൂടാതെ രണ്ടുപേരെ കൂടി വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ്. എന്താണ് ഇവരെ കൊല്ലാൻ പദ്ധതിയിട്ടതിന് പിന്നിലെ ചേതോവികാരം റിനു? നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇത്. തട്ടത്തുമല സ്വദേശികളായിട്ടുള്ള ഈ അഫാന്റെ ഉമ്മ ഷെമിയുടെ ഒരു കുഞ്ഞുമ്മയുണ്ട്. ഇവർ 5 ലക്ഷം രൂപ നേരത്തെ തന്നെ ഇവർക്ക് നൽകുകയും ഇവർ ഏകദേശം പലിശയടക്കം 10 ലക്ഷത്തോളം രൂപ തിരികെ നൽകുകയും ചെയ്തു. എന്നിട്ടും ഇവർ വലിയ രീതിയിൽ ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു, പണം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടത്തുമല സ്വദേശികളായിട്ടുള്ള ഈ ഷെമിയുടെ ബന്ധുവിനെയും അവരുടെ മകളെയും കൊലപ്പെടുത്തുവാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഈ പ്ലാനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ അഫാൻ മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പലിശയ്ക്കാണ് ഇവർ പണം വാങ്ങിയതും തിരികെ പലിശ വാങ്ങിയിരുന്നതായും ഈ മൊഴിയിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കണ്ണൂർ സ്വദേശികളായിട്ടുള്ള 2 പേരിൽ നിന്ന് ഈ അഫാന്റെ പിതാവ് ഈ ഗൾഫിൽ വെച്ച് വിദേശത്ത് വെച്ച് 10 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു. പക്ഷേ അത് കോവിഡ് കാലത്താണ്, ഇത്രയും കാലമായിട്ടും ആ പണം തിരികെ നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇവർ ഈ പിതാവും സുഹൃത്തുക്കളും തമ്മിൽ വലിയ രീതിയിൽ തർക്കമുണ്ടായി. പണം നൽകാത്തതിനെ തുടർന്ന് ഈ കണ്ണൂർ സ്വദേശികൾ ഈ അഫാനെ വിളിച്ച്, അതായത് ഈ നാട്ടിലെ അഫാന്റെ നമ്പർ എടുത്ത് മൂത്ത മകൻ എന്നുള്ള സ്ഥിതിക്ക് വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അഫാൻ നിരന്തരം ഈ വീട്ടിൽ ബഹളമുണ്ടാക്കുകയും പിതാവിനെ ഫോണിൽ വിളിച്ച വലിയ രീതിയിൽ ഒരു വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. ഇത് തന്നെ മാനസികമായി വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കണ്ണൂർ സ്വദേശികളായിട്ടുള്ളവർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെയും ഈ കണ്ണൂർ സ്വദേശികൾക്ക് അഫാന്റെ പിതാവ് റഹീം പണം നൽകിയിട്ടില്ല. 10 ലക്ഷം രൂപയിൽ 8 ലക്ഷത്തോളം രൂപ ഇനിയും നൽകാനുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ പലിശയ്ക്ക് പണം വാങ്ങിയത് തന്നെയാണ് ഈ കുടുംബത്തിലെ ഈ അസ്വാരസ്യങ്ങൾക്ക് തുടക്കം, തുടർന്ന് ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. ഈ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ നിഗമനവും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നൊരു കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി വല്ലാണ്ട് ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു. പലിശയ്ക്ക് പണം വാങ്ങി പലിശ കൊടുത്തു മടുത്തു എന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ 10,000-ഓളം രൂപ പലിശയായി നൽകണം. ഒരു മാസത്തിൽ 4 ലക്ഷം രൂപ പലിശ ഇനത്തിൽ തന്നെ നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഈ കുടുംബത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ഒപ്പം ഈ കുടുംബത്തിന്റെ ആഡംബര ജീവിതം, ആ ആഡംബര ജീവിതം തന്നെയാണ് ഇത്രയും അധികം തുക പലിശയ്ക്ക് കടം വാങ്ങുവാനുള്ള കാരണമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാതാപിതാക്കളെല്ലാം ജോലിക്ക് പോവുക, കുട്ടികൾ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഡിവൈസസിലേക്ക് ചുരുങ്ങി പോവുക, അതൊന്നും തന്നെ നെസസറിലി അവരെ ഡ്രഗ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല. സമൂഹത്തിന് ഇത്ര വലിയ വയലന്റ് സമൂഹമായിട്ട് മാറ്റുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന് തന്നെയാണ്. വെഞ്ഞാറമൂട് ഈ ഒരു കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ പ്രകാരം നോക്കുവാണെങ്കിൽ ഇവന്റെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഈ ഒരു 6 പേരിൽ ഓൾറെഡി 5 പേര് മരിച്ചു, ഒരാള് തന്നെ മാതാവിനെ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ ഈ ഒരു 6 പേരിൽ ഒതുക്കാനല്ലായിരുന്നു ഈ ഒരു പ്രതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പകരം 2 പേരും കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് ഈ ഒരു അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. അത് തട്ടകത്ത് മലയിൽ താമസിക്കുന്ന ഉമ്മയുടെ ബന്ധുക്കളായ അമ്മയും മകളെയുമാണ് ഇയാള് കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടിരുന്നതെന്നും ഇയാൾ ഇത്രയും ക്രൂരമായിട്ട് തന്നെ ഈ ഒരു കൊലപാതകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇയാളെ സന്ദർശിക്കാൻ മാനസികാരോഗ്യ വിദഗ്ധൻ വരികയാണ്. അപ്പൊ ഈ മാനസികാരോഗ്യ വിദഗ്ധനോടാണ് ഈ ഒരു പ്രതി ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ഇനി അവരോടുള്ള പക കേട്ടല്ലോ. ഈ ഒരു ബന്ധുക്കളോട് 5 ലക്ഷം രൂപ കടം ചോദിച്ചപ്പോൾ ഇവർ കൊടുക്കാത്തതാണ് ഇവരോട് പക ഉണ്ടാവാനുള്ള മെയിൻ കാരണം. എന്തായാലും പൈസ കൊടുത്തില്ലെങ്കിൽ അവിടെ പകയുണ്ടാവുകയും ആ ഒരു പകയുടെ ഫലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകങ്ങൾ തന്നെയാണ്. ഈ 6 പേരെയും കൊന്നതിന് ശേഷമാണ് ഇവർ 2 പേരെയും കൊല്ലാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇളയ സഹോദരനായ അഫ്സാനെ കൊന്നതിന് ശേഷം അവൻ ആകെ കൂടി തളർന്നുപോയി എന്നാണ് പറയുന്നത്. ഇല്ല എങ്കിൽ ആ 2 പേരും കൂടെ ആ ഒരു ക്രൂരകൃത്യ ലിസ്റ്റിൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ ഇതിനിടയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു അഫാന്റെ പിതാവ് എന്ന് പറയുന്നതിനേക്കാളും അഫ്സാന്റെ പിതാവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയല്ലേ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു മാതാപിതാ എന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു മൈൻഡോട് തന്നെ, ക്രിമിനൽ മൈൻഡോട് കൂടി തന്നെ അവൻ നിന്നത്. അപ്പൊ ഈ ഒരു അഫ്സാന്റെ പിതാവ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബത്തിൽ ഇത്രയും വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. സംഭവം ഇത്രയധികം സാമ്പത്തിക പ്രശ്നമുണ്ട്. അയാൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വെറും 5 ലക്ഷം രൂപയും ഒരു ലോണിന്റെ ബാധ്യത മാത്രമാണ് അയാൾക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഇയാൾ ഈ ഒരു അഫാനോട് സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് പിതാവ് മാധ്യമങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അഫാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ് ഈ ഒരു അച്ഛന് വരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ
എന്താണ് അതിനുള്ള പൈസ ഇവൻ കടം മേടിച്ച് അച്ഛൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ ഈ തന്റെ യാത്രാ വിലക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തനിക്ക് സാമ്പത്തിക സഹായം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ഈ ഒരു അച്ഛനടുത്ത് പറയുന്നുണ്ട്, അബ്ദുൾ റഹീം അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങൾക്കിടയിൽ തന്നെ മാതാവായ ഷെവിയെ ഒരുപാട് പേര് എന്താ പറയുന്നത് ഈ ഒരു ക്രൂര കൊലപാതകത്തിന് പിന്നിൽ അവരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഒന്നുവെച്ചാൽ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്ട്ലി നോക്കുവാണെങ്കിൽ അവരാണ് ഇതിന്റെ മെയിൻ വില്ലത്തി എന്ന് പറഞ്ഞാണ് ഒരുപാട് ചാനലിലൊക്കെ ന്യൂസ് ഞാൻ കണ്ടത്. പ്രതി പറഞ്ഞതും തനിക്കും അമ്മയ്ക്കും കൂടി 75 ലക്ഷം രൂപ കടമുണ്ട്, അതിന്റെ പണത്തിന് വേണ്ടിയിട്ടാണ് പ്രതി കാറും ബുള്ളറ്റും ഒക്കെ വിറ്റിരുന്നു എന്നൊക്കെ പോലീസ് അന്വേഷണത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ എന്തിനാണ് ഒരു കൺഫ്യൂഷന്റെ ആവശ്യം? ആ ഒരു പ്രതി ലഹരി ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തിരിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിന് ഇനി വലിയ രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് നമ്മുടെ അടുത്ത് നടക്കുന്ന സമൂഹ വികാസങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലഹരി തന്നെയാണ് ഇതിന് മെയിൻ കാരണം. കഴിഞ്ഞ ദിവസം തന്നെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൂട്ടുകാർ ചെയ്ത ചെയ്തികളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ. അതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 16 വയസ്സായ ഒരു പയ്യനാണ്. അവനോട് വൈരാഗ്യം തോന്നാനുള്ള ഈ ഒരു പ്രായത്തിൽ എന്ത് കാരണമാണുള്ളത്? ഇതൊക്കെ ശരിക്കും ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. അത് ഇന്ന് നമ്മുടെ ചുറ്റും സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മാതാപിതാക്കളെല്ലാം ജോലിക്ക് പോവുക, കുട്ടികൾ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഡിവൈസസിലേക്ക് ചുരുങ്ങി പോവുക, അതൊന്നും തന്നെ നെസസറിലി അവരെ ഡ്രഗ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല. സമൂഹത്തിനെ ഇത്ര വലിയ വയലന്റ് സമൂഹമായിട്ട് മാറ്റുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന് തന്നെയാണ്. കാരണം ഈ ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി അത് തടയുവാൻ സ്റ്റേറ്റിന് കഴിയുന്നില്ല എന്നുള്ളത് തല കുനിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു നാണക്കേട് തന്നെയാണ്. ഈ ചെറിയ ഒരു പാവയ്ക്ക വലിപ്പത്തിലുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത്രയധികം പോലീസ് ഫോഴ്സ് ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി തടയുവാൻ ഇവർക്ക് കഴിയുന്നില്ല? കേരളത്തിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഇത്ര ഹെൽപ്ലെസ് ആണോ ഈ ഡ്രഗ്സിന്റെ പ്രഭാവം തടയുന്നതിൽ? പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എക്സെപ്ഷണൽ നോംലെസ്നെസ് അല്ലേ, ഒരു ചെറുപ്പക്കാരുടെ ഒരു ഗ്രേവിയാർഡ് അല്ലേ ശ്രീ വിനു കേരളം? പഠിക്കാൻ പുറത്തു പോകണം, പുറത്തു പോയി പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ജോലിക്കൊരു അവസ്ഥയില്ല. ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക, മൈഗ്രേറ്റ് ചെയ്യുക, അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ മണ്ണിന് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഓഫർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? കൃഷിയുണ്ടോ? ഇൻഡസ്ട്രി ഉണ്ടോ? സർവീസ് ഉണ്ടോ? ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടോ? സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡ്രഗ്സ് അവൈലബിൾ. ശരിക്കും നമ്മുടെ കേരളം ഇപ്പോൾ അഭിമാനത്തിന് പകരം അപമാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ പാവയ്ക്ക വലിപ്പമുള്ള ഈ കൊച്ചു കേരളത്തിലെ ഇത്രയധികം ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ സത്യം എന്ന് പറയുന്നത് വെച്ചാൽ 10 പേര് ലഹരിക്ക് എതിർക്കുവാണെങ്കിൽ അതിലെ 90 പേരും ലഹരിക്ക് പിന്തുണ നൽകുന്നവരാണ്. ആ ഒരു കേസിൽ വരുമ്പോൾ പോലീസുകാരും നിസ്സഹായ വ്യവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കേട്ടത് ആ ഒരു ലഹരി വസ്തുവിനെ കുറിച്ചുള്ള നല്ലൊരു വീക്ഷണം തന്നെയാണ് നമ്മൾ കേട്ടത് അല്ലേ. കാരണം നമ്മുടെ കേരളത്തിലെ ഇതിനെ തടയിടാൻ നമ്മുടെ സർക്കാരിന് കഴിയില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ശരിയാണ്. ഇനി നമ്മുടെ സമീപകാലത്ത് എന്തൊക്കെ നമ്മൾ കേൾക്കും, ഈ ഒരു ലഹരി തന്നെയാണ് ഇതിന് മെയിൻ ആയിട്ട് കാരണമായിരിക്കുന്നത്. എന്തായാലും അഫാൻ എന്ന ഈ ഒരു വ്യക്തിക്ക് ഇത്രയധികം ക്രൂര കൊലപാതകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇത്രയധികം ഈ ഒരു രാസലഹരിക്കുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറ ഏത് രീതിയിലായിരിക്കും ഇത് ബാധിക്കുന്നത്?